നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫെബ്രുവരി മാസം പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയും ഇപ്പോൾ പുതിയതായി പെൻഷൻ അപേക്ഷിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ, അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഒരുപാട് ആളുകൾ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ പെൻഷനാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയും അതുപോലെ തന്നെ വിധവ വാർദ്ധക്യ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷനായി 2000 രൂപയുടെ വിതരണം ഈ മാസം തന്നെ തുടങ്ങുമെന്നാണ്. അതിലിപ്പോൾ പുതിയതായി അപേക്ഷിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ അത് റിജക്റ്റ് മെസ്സേജുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപേക്ഷിച്ച ആളുടെ ഒട്ടുമിക്ക ആളുടെയും അത് അപ്രൂവൽ ആയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ മെസ്സേജുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. മെസ്സേജുകൾ വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ സമർപ്പിച്ചത് അവരുമായി ബന്ധപ്പെട്ട് അപേക്ഷയിലെ അപാകത പരിഹരിക്കുക. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിൽ ചില പിഴവുകൾ വന്നിട്ടുണ്ട്. ആദ്യം കൊടുത്ത വെബ്സൈറ്റിൽ മാസവും തീയതിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് വന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് കൊടുത്ത രേഖയിൽ ക്ലിയറില്ലാത്തതോ അതല്ലെങ്കിൽ വായിക്കാൻ കഴിയാത്തതോ ആയ രൂപത്തിലുള്ള ഡോക്യുമെൻ്റ് കൊടുത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ അത് റിജക്റ്റ് മെസ്സേജുകൾ വന്നിട്ടുള്ളത്. അങ്ങനെ റിജക്റ്റ് മെസ്സേജുകൾ വന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് അപേക്ഷ സമർപ്പിച്ചത് അവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പൂർത്തിയാക്കി അപേക്ഷ വീണ്ടും നൽകുക. അതിന് പ്രത്യേകിച്ച് പണം നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചില ആളുകൾക്ക് മെസ്സേജുകൾ വന്നിട്ടില്ല. അവർ കൊടുത്ത മൊബൈൽ നമ്പർ തെറ്റായത് കൊണ്ട് മറ്റായിരിക്കും ഇങ്ങനെ മെസ്സേജുകൾ വരാത്തത്. അവരിത് ആപ്ലിക്കേഷൻ പോയി നിങ്ങളുടെ അപേക്ഷകളുടെ നിജസ്ഥിതി പരിശോധിച്ച് റിജക്റ്റ് ആണെങ്കിൽ അവരും ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്രൂവൽ ആയ ആൾക്ക് പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ മാസം അവസാനത്തിൽ പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മാസം 2000 രൂപ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനായ വാർദ്ധക്യ വിധവ പെൻഷൻ പോലത്തെ പെൻഷൻ ആളുകൾക്കും ഈ മാസം 22-ാം തീയതിക്ക് മുമ്പ് തന്നെ പെൻഷൻ അക്കൗണ്ടിലെത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നമുക്കറിയാം, ഇനി നിയമസഭാ ഇലക്ഷന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം 2 മാസം മാത്രമാണ് നിയമസഭാ ഇലക്ഷന് ബാക്കിയുള്ളത്. ഈ ഒരു സമയത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകും. അതുകൊണ്ട് തന്നെ പെൻഷൻ അപേക്ഷ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അപേക്ഷകൾ പെട്ടെന്ന് തന്നെ കൊടുക്കുക. റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ കൂടി പരിഹരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഇപ്പോഴുള്ള റേഷൻ കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിലവിൽ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട്. അവർക്കും വളരെ കുറഞ്ഞ രേഖകൾ മാത്രം ഇപ്പോൾ മതി. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒരുപാട് രേഖകൾ നമ്മോട് ഹാജരാക്കി നമ്മുടെ മാർക്ക് അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറ്റിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷൻ അടുത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സർക്കാർ ഒരുപാട് ഇളവുകൾ നൽകുന്നുണ്ട്. ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കാർഡുകൾ ലഭിക്കുന്നുണ്ട്. വെള്ള കാർഡുള്ള ആളുകൾ 1000 സ്ക്വയർ ഫീറ്റ് താഴെ വീട്ടിൽ താമസിക്കുന്ന രേഖ മാത്രം കാണിച്ചാൽ തന്നെ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിധവ വാർദ്ധക്യ പെൻഷൻ പോലത്തെ പെൻഷൻ. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം വളരെ കുറഞ്ഞ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ അപേക്ഷ റിജക്റ്റ് ആയ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി അപേക്ഷകൾ സമർപ്പിക്കുക. നമ്മൾ നൽകുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാം. വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. 29 രൂപയാണ് നമ്മൾ ഇതിന് ചാർജ് ഈടാക്കുന്നത്. ഈ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള രേഖകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് ആവശ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.